ഡോക്ടർ സിസ തോമസ് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത് ചാൻസലർ കൂടിയായ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്തത്. 9 മാസത്തിന് ശേഷം സർവകലാശാല ബജറ്റ് യോഗം പാസാക്കി. ഇന്ന് ഇപ്പം ബോർഡ് ഓഫ് ഗവർണൻസ് മീറ്റിംഗ് ആണ് നടന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ 2024 ലാസ്റ്റ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയിരുന്നില്ല. അതിവിടെ വെച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് യൂണിവേഴ്സിറ്റി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യലായിട്ട്. അത് ഇനിയുള്ള 3 മാസമെങ്കിലും നമുക്ക് ആ ഫണ്ട് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. അതല്ലാതെ പിന്നെ മെയിനായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നത് PhD കുട്ടികളുടെ ഡിഗ്രി കൺഫർ ചെയ്യുന്നതും 1 വർഷമായിട്ട് അത് പെൻഡിങ് ആയിരുന്നു. അതും ഇന്നത്തെ മീറ്റിങ്ങിൽ അപ്രൂവ് ആയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, വലിയൊരു ഭരണസ്തംഭനം സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ, പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ വിരാമമാവുകയാണ്. ഇന്ന് യോഗം ചേർന്നു. വിശദാംശങ്ങൾ. അനുജ, എന്തായാലും സിസ തോമസ് വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ നിർണായക യോഗമാണ് ഈ ഗവേണിംഗ് കൗൺസിൽ യോഗമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ബജറ്റ് പാസ്സാക്കുന്നത്, ഒപ്പം PhD അവാർഡ് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷം ഗവേണിംഗ് കൗൺസിൽ യോഗം ചേർന്നിരുന്നില്ല. ഓരോ തവണ ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരുമ്പോഴും കോറം തികയാതെ പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇടത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പം സർക്കാർ പ്രതിനിധികളായ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സർക്കാർ ഗവർണർ ധാരണയിൽ എത്തിയതിനു ശേഷമാണ് സിസ തോമസ് വൈസ് ചാൻസലറായി നിയമിതയായത്. ആ നിയമിതയായ ആദ്യ യോഗത്തിൽ CPM പ്രതിനിധികളായ MLA-മാരായ IB സതീഷ് അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ നേരിട്ട് എത്തുകയും ചെയ്തു. നേരിട്ട് ചാൻസലറുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ, ബജറ്റ് പാസ്സാക്കേണ്ട തീരുമാനങ്ങളടക്കം പാസ്സാക്കിയിട്ടുണ്ട്. മാർച്ചിലാണ് സാധാരണഗതിയിൽ ബജറ്റുകൾ സർവകലാശാലയിൽ പാസ്സാക്കേണ്ടത്. പക്ഷേ ഈ സർവകലാശാല ഭരണതർക്കത്തിൽ ബജറ്റ് പോലും പാസ്സാക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും സർക്കാർ, മുഖ്യമന്ത്രി, ഗവർണർ ധാരണയിൽ എത്തിയതിന് പിന്നാലെ എന്തായാലും ബജറ്റ് പാസ്സാക്കി. ഇനി 3 മാസം മാത്രമേ ഈ ബജറ്റിന് കാലാവധി ഉണ്ടാവുകയുള്ളൂ. അടുത്ത ബജറ്റ് മാർച്ചിൽ വരേണ്ടതാണ്. എന്തായാലും ഇതാണ് സാങ്കേതിക സർവകലാശാലയിൽ ഭരണസ്തംഭനത്തിന് വിരാമമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.